ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ അവസാനത്തെ എപ്പിസോഡിൽ, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ജഡ്ജസായ അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ്, റിയാസ് എന്നിവർ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു. ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ മാത്രം ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടോ? കണ്ടന്റിനു വേണ്ടിയായിരിക്കാം, റേറ്റിങ്ങിനു വേണ്ടിയായിരിക്കാം. അല്ലാതെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോവേണ്ട ഒരു സിറ്റുവേഷനൊന്നും അവിടെ ഉള്ളതായി എനിക്ക് തോന്നിയില്ല. ഈ ഒരു വിഷയത്തിൽ ഷിജുലാലിൻ്റെയും ഷാമോൻ്റെയും ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാവുക തീർച്ചയായും ഗ്രൂപ്പിസം കളിച്ച് ടീമായി കളിച്ച് ഫൈനൽ വരെ എത്തുകയാണെങ്കിൽ ആരും വിജയിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ആരും ഔട്ടായിട്ടില്ല എങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ തീരുമാനിക്കും. എന്തായാലും അവർ അങ്ങനെ തന്നെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അതാണല്ലോ ഗെയിമിൻ്റെ റൂളിൽ പറഞ്ഞിട്ടുള്ളതും. ലാസ്റ്റ് സ്റ്റേജിലെത്തിയപ്പോൾ 2 വിജയികളുണ്ടോ, അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ ചിട്ടെടുത്തിട്ട് തീരുമാനിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത്രമാത്രം ഇത് ജഡ്ജസിനെ ദേഷ്യം പിടിപ്പിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ പരസ്പരം ചതിക്കുക എന്ന ഒരു എലമെൻറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രം ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവർ ചെയ്തത് ശരി തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ബിഗ് ബോസിലേക്ക് അവർക്ക് പ്രവേശിക്കുന്നതിനുള്ളൊരു അവസരമാണ്. അങ്ങനെ മാത്രം ഒരു ഗെയിം എന്ന നിലയിൽ മാത്രം കണ്ടുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് യഥാർത്ഥ നിറം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാതെ ഗെയിം കൊണ്ടുപോകാമായിരുന്നു. ഇനി നറുക്കെടുപ്പിലൂടെ വിജയിയെ തീരുമാനിക്കുകയാണെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കുമുള്ള നിറം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ കളിയെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നെങ്കിലും രണ്ടും ഒരു ഭാഗ്യ പരീക്ഷണം തന്നെയാണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥ നിറം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാതെ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ അവരുടെ ഗെയിമിൻ്റെ ഒരു ലെവൽ തന്നെ മാറ്റാമായിരുന്നു. 2 രീതിയിലായാലും അതൊരു അവസാന സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഒരാൾ മാത്രമേ വിന്നറാവുകയുള്ളൂ. ഒരു പക്ഷെ അവർ 2 പേരെയും വിന്നറായി തിരഞ്ഞെടുത്താലോ എന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ ഏതോ ഗെയിമിലൊക്കെ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. 2 പേരെ വിന്നറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഷാമോൻ്റെയും ഷിജുലാലിൻ്റെയും ഒരു വേർഷൻ ഇങ്ങനെയാവാനാണ് സാധ്യത. അവർക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അത് കേൾക്കാനൊന്നും ജഡ്ജസ് സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒട്ടും ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിൽ രഞ്ജിനി ഷാമോനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൈ താഴ്ത്തിയിടടാ എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും ഒരു ആവശ്യമില്ലാത്ത കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ ഇവർ 2 പേരും മര്യാദക്ക് ഗെയിം കളിക്കാത്തത് കൊണ്ട് ജഡ്ജസിന് ദേഷ്യം വന്നു എന്ന് തന്നെ വെക്കട്ടെ. അവരിങ്ങനെയാണോ പ്രതികരിക്കുക? അവർ ജഡ്ജസ് അല്ലേ? അവർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ലേ? 2 പേരും ഔട്ടായില്ലെങ്കിൽ ചിട്ടെടുക്കാം എന്നാണല്ലോ റൂളിലുള്ളത്. അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ആ റൂളിൽ മാറ്റം വരും എന്നൊന്നും പറഞ്ഞിട്ടുമില്ലല്ലോ. ഇത് മുന്നത്തെയുള്ള എപ്പിസോഡിലൊക്കെ റൂൾസ് പാലിക്കാത്തവരെ ഡയറക്റ്റ് ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ റൂള് നിയമം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇവിടെ വന്നപ്പോൾ റൂൾ അവർക്ക് വേണ്ട. അപ്പോൾ അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കണമെന്നായി. അവർക്ക് ജഡ്ജ് ചെയ്താൽ പോരെ? കണ്ടസ്റ്റൻസ് എങ്ങനെ കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയല്ലേ? ഇനി അതൊക്കെ പോട്ടെ, ഇവർ ഗെയിം കളിച്ചില്ല. ബിഗ് ബോസിലേക്ക് പോകേണ്ട 2 പേർ ആ ഒരു ഗെയിം അതിൻ്റേതായ സ്പിരിറ്റിൽ കണ്ടില്ല എന്ന് തന്നെ വെക്കാം. ഗെയിം കളിക്കണമായിരുന്നു. പക്ഷേ ഇവർ 2 പേരും ഗെയിം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഇങ്ങനെയാണോ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്? തൊട്ടു മുന്നേ ഈ ഗെയിമിൽ 4 പേരായപ്പോൾ ശ്യാമിനോട് രഞ്ജിനിയും റിയാസും ഒക്കെ പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ ടീമായി കളിച്ചില്ല? ശ്യാമും സോനയും ഷിജുലാലും ഷാമോനും 4 പേരായപ്പോൾ തന്നെ ടീമായി കളിച്ചിരുന്നെങ്കിലും ഈ ഒരു ഗെയിം ഇങ്ങനെ ഒരു തീരുമാനമാവാതെ നീണ്ടു പോവുകയല്ലേ ചെയ്യാം. അപ്പോൾ അവർക്ക് ടീമായി കളിക്കണമായിരുന്നു. ലാസ്റ്റ് സ്റ്റേജിലെത്തിയപ്പോൾ ടീമായി കളിക്കണ്ട. ഇവരെങ്ങനെയാണോ പറയുന്നത് അങ്ങനെയല്ലല്ലോ ഇവർ കളിക്കേണ്ടത്. കണ്ടസ്റ്റൻസിന് അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവില്ല. ഒരു ഗെയിമിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അവരതുപോലെ കളിച്ചോട്ടെ. അതിലവർ പരാജയപ്പെടുകയാണെങ്കിൽ അത് അവരുടെ തീരുമാനം. അല്ലാതെ ജഡ്ജസ് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഇവർ കളിക്കേണ്ടത്. 4 പേരാകുമ്പോൾ ടീമായി കളിക്കണം. 2 പേരാകുമ്പോൾ നിങ്ങൾ ടീമായി കളിക്കരുത്. നിങ്ങൾ പരസ്പരം ചതിക്കണം. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം പുലർത്തി നിൽക്കരുത്. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജഡ്ജ്മെൻറ്റ്. എന്തായാലും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ ഇവർക്ക് അതിലൊരു തീർപ്പ് കൽപ്പിക്കാമായിരുന്നു. അവർക്ക് തന്നെ അവരുടെ ഒരൊറ്റ വാക്കിൽ 2 പേരും, ഷാമോനും ഷിജുലാലും, അതിലൊരു തീരുമാനത്തിലെത്തിയേനെ. നിങ്ങൾ 2 പേരും ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ നിങ്ങൾ 2 പേരെയും ഗെയിമിൽ നിന്ന് പുറത്താക്കും, ഒരു വിന്നറും ഇതിലില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അവർ അതിലൊരു തീരുമാനത്തിലെത്തിയേനെ. ഗെയിമിൻ്റെ റൂള് പ്രകാരം
ചിട്ടെടുത്ത് വിന്നറിനെ തീരുമാനിക്കുമ്പോൾ അതിലൊരു ത്രില്ലില്ല, അതിലൊരു കണ്ടന്റ് ഇല്ല. അതൊക്കെ ശരിയാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാമായിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും പുറത്താക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവർ തന്നെ പരസ്പരം മത്സരിക്കാൻ തയ്യാറായേനെ. ചിലപ്പോൾ ഷോയുടെ ഭാഗത്ത് നിന്നുള്ളൊരു നിർദ്ദേശപ്രകാരവുമായിരിക്കാം ഇങ്ങനെ ചെയ്തത്. അവർക്ക് എവിക്ഷൻ ഒഴിവാക്കണം. 2-3 എപ്പിസോഡിലായി എവിക്ഷൻ ഇല്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എവിക്ഷൻ ഒഴിവാക്കുന്നു. ഇത് നീട്ടിക്കൊണ്ടുപോകാനുമായിരിക്കാം ഇങ്ങനൊരു തീരുമാനമില്ലാത്ത രീതിയിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നെ അഖിൽമാരാർ ഇതിനിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ഇത് ബിഗ് ബോസ് അല്ല എന്ന്. ബിഗ് ബോസ് ആണ് എന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഗ്രൂപ്പിസത്തിൻ്റെ അങ്ങേയറ്റം കളിച്ചിട്ടുള്ള ആളാണ് അഖിൽമാരാർ. അപ്പോൾ ഒരിക്കലും ഗ്രൂപ്പിസം ടീമായി കളിച്ച് മുന്നോട്ട് പോകരുത് എന്ന് പറയാനുള്ള അർഹത അയാൾക്കില്ല. അയാൾ മാത്രമല്ല, വേറെയും ഒരുപാട് പേര് ഗ്രൂപ്പായി കളിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് കളിക്കരുത് എന്നൊന്നും ബിഗ് ബോസിലില്ല. പക്ഷേ ഗ്രൂപ്പ് ആയി കളിക്കുമ്പോൾ അതിനൊരു പോസിറ്റീവ് വൈബ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പുറത്തേക്ക് അത് വളരെ നെഗറ്റീവായിട്ട് പോകും. ആ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അഖിൽമാരാർ, വിഷ്ണു ഇവർക്കൊക്കെ സാധിച്ചത് കൊണ്ടാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. എന്തായാലും 3 പേരും ഇറങ്ങിപ്പോയ എവിടം വരെ പോകുമെന്ന് നമുക്കറിയാലോ. അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ 3 പേരും സീറ്റിൽ വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്രയേ ഉള്ളൂ. വെറും ഷോ, കണ്ടന്റ്, റേറ്റിംഗ് ഇത് മാത്രം. അത്രയേ ഉള്ളൂ ഈ ഇറങ്ങിപ്പോക്കൊക്കെ. പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തിനാണ് ജഡ്ജസ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോയത്? കൂടെയുള്ളവനെ ചതിച്ചില്ല എന്ന കാരണത്തിന്. അപ്പോൾ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ഷോ നൽകുന്ന മെസ്സേജ് എന്താണ്? കൂടെയുള്ളവനെ ചതിച്ചാലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അത് ബിഗ് ബോസിൻ്റെ ഭീകരമായ മറ്റൊരു വേർഷനാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.